വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ അശ്വതി ജോഷി. കേറ്റിട്ട് ഇനി പാസ്സാകേണ്ട പ്രാധാന്യം ഇനി എനിക്ക് എന്താണ്? പല ഉദ്യോഗാർത്ഥികളുടെയും ചോദ്യമാണ്. എനിക്ക് LP-UP അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല, ഈ കഴിഞ്ഞ ആപ്ലിക്കേഷൻ ക്ഷണിച്ച HSAക്ക് അതിനെ അപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. ഒരു കേറ്റിട്ട് എക്സാം ഒരു HSA കൊണ്ടോ അല്ലെങ്കിൽ ഒരു LP-UP കൊണ്ടോ ഒരു ഓപ്പർച്യൂണിറ്റിയും അവസാനിക്കുന്നില്ല. LP-UPയുടെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത 2025 ഫെബ്രുവരി തീരാറായി അല്ലേ? ഫെബ്രുവരി അവസാനിക്കാറായി. ഈ സമയത്ത് മാസങ്ങളും വർഷങ്ങളും കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇനി വരുന്ന അടുത്ത LP-UP എന്ന് പറയുന്നത് അടുത്ത 2026 അവസാനം ക്ഷണിക്കാൻ ചാൻസ് ഉണ്ട്, ഉറപ്പാണത്. തീർച്ചയായിട്ടും വിളിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ 2027 തുടക്കത്തിലും. അതിനു മുന്നേ നിങ്ങൾക്ക് എന്ത് എഴുതിയെടുക്കണം? കേട്ടിട്ട് നിങ്ങൾ പാസ്സായിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള കേട്ടിട്ട് എഴുതിയെടുത്താൽ പോരെ? അപ്പം നിങ്ങൾക്ക് എന്ത് കൂടും? ടെൻഷൻ കൂടും അല്ലേ? ടെൻഷൻ കൂടും. നിങ്ങൾ പഠിച്ചതിൻ്റെ അതിൻ്റെ ഒരു ഗ്യാപ്പ് കൂടും. ഗ്യാപ്പ് കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പരിശ്രമിച്ചതിനേക്കാൾ ഇരട്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. നിങ്ങൾക്ക് മറവി കൂടും അല്ലേ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഒരു പക്ഷേ കഴിഞ്ഞ LP-UPക്ക് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായ പല ഉദ്യോഗാർത്ഥികളും ഇവിടെ ഉണ്ടാകാം. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാകാം ഇല്ലേ? ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള പല ഉദ്യോഗാർത്ഥികളും പിന്നീട് കേറ്റിട്ട് 2 അല്ലെങ്കിൽ കേറ്റിട്ട് 3 എഴുതിയെടുത്തവർ ഒരുപാട് പേരെ എനിക്കറിയാം. എന്തിനാണെന്നറിയോ? അടുത്ത ഓപ്പർച്യൂണിറ്റി HSA ആയിരുന്നു. അങ്ങനെ അവർക്ക് HSA അപ്ലൈ ചെയ്യാൻ സാധിച്ചു. അങ്ങനെയുള്ള കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന LP-UPക്ക് തൊട്ട് മുമ്പുള്ള കേറ്റിട്ട് എക്സാം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു കേറ്റിട്ട് എക്സാം അല്ല LP-UPക്ക് മുന്നേ ഉള്ളത്. എന്നിരുന്നാൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ വളരെ ഈസിയായി വളരെ സാവധാനം പഠിച്ചു തുടങ്ങാൻ ഈ ഒരു കേറ്റിട്ട് എക്സാം നിങ്ങൾക്ക് എഴുതിയെടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട് അല്ലേ? സമാധാനത്തോടെ പഠിച്ച് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? എപ്പോഴും നല്ലത് അതാണ് അല്ലേ? ഒരു ടെൻഷനോടുകൂടി പഠിക്കുന്നതിനേക്കാൾ അതാണ്. പ്രത്യേകിച്ചും സൈക്കോളജി പോലുള്ള സബ്ജക്റ്റുകളൊക്കെ പല ഉദ്യോഗാർത്ഥികൾക്കും സൈക്കോളജി എളുപ്പമാണ്, സൈക്കോളജി എളുപ്പമല്ലാത്ത ഉദ്യോഗാർത്ഥികളും ഉണ്ട്. നമുക്കിന്ന് സൈക്കോളജി നോക്കാം കേട്ടോ. കേറ്റിട്ട് 1 and 2 സൈക്കോളജിയാണ് നോക്കാം. നമുക്ക് നമ്മൾ പഠനം തുടങ്ങുമ്പോൾ ആദ്യം പഠിച്ചു തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ പഠന രീതികൾ പഠിക്കാറുണ്ട്. പലപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് കിട്ടാറുമുണ്ട്. അപ്പോൾ പഠനം ആദ്യമായി തുടങ്ങുന്നവരാണെങ്കിലും ഇനി നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്നുള്ളവരാണെങ്കിലും ഇത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. തീർച്ചയായും ഈ ഭാഗത്തു നിന്നുള്ളൊക്കെ ചോദ്യങ്ങൾ നിങ്ങളെ തേടി വരും. നോക്കാം, നമുക്ക് ആദ്യം പഠന രീതികൾ, കുറച്ച് പഠന രീതികൾ നമുക്ക് നോക്കാം. ആത്മപരിശോധനാ രീതി അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ആരുടേതാണ്? വില്യം വൂണ്ടിൻ്റേതാണ് അല്ലേ? ഇൻട്രോസ്പെക്ഷൻ എന്നതിൽ 2 വേർഡ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ? ഇൻട്രോവും സ്പേഷ്യറും. ഒന്ന് ഇൻവേർഡ് എന്നും ടു ലുക്ക് അറ്റ് എന്നുമാണ് ആ 2 വേർഡ്സിൻ്റെ മീനിങ്. അപ്പം അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നോക്കുക എന്നാണ്. അതായത് നമുക്കൊരു വികാരം ഉണ്ടായി, നമുക്ക് വലിയ രീതിയിൽ സങ്കടം ഉണ്ടായി എന്നിരിക്കട്ടെ. നമുക്ക് എന്തുകൊണ്ട് സങ്കടം ഉണ്ടായി എന്ന് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് പരിശോധിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുമെന്നറിയോ? ആ സങ്കടം എന്ന വികാരം അപ്രത്യക്ഷമായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. പിന്നീട് നമുക്കത് പരിശോധിക്കാൻ സാധിക്കില്ല. അതാണ് ആത്മപരിശോധന രീതി എന്ന് പറയുന്നത്. വില്യം വൂണ്ട്, എഡ്വേർഡ് ടിഷ്നർ എന്നിവരാണ് ഈ രീതിയുടെ പ്രമുഖ വക്താക്കൾ. വില്യം വൂണ്ടും എഡ്വേർഡ് ടിഷ്നറും. അപ്പം ആത്മപരിശോധനാ രീതിയുടെ പ്രമുഖ വക്താക്കളിൽ പെട്ടതാര് അല്ലെങ്കിൽ പെടാത്തതാര്? അങ്ങനെ ഒരു ചോദ്യം നിങ്ങളിലേക്ക് വരാം.
എന്നാൽ ഈ രീതിയിൽ ആദ്യം ഉപയോഗിച്ചതാരാണ്? വില്യം വൂണ്ടാണ്. ഇവർ രണ്ടുപേരുമാണ് പ്രമുഖ വ്യക്തികളെങ്കിലും ആദ്യം ഉപയോഗിച്ചതാരാണ്? വില്യം വൂണ്ടാണ്. ഇനി മനഃശാസ്ത്ര പഠനങ്ങൾക്കായുള്ള ഏറ്റവും പഴക്കം ചെന്ന രീതിയാണ് ആത്മപരിശോധന രീതി. ഇനി അടുത്ത രീതി നോക്കൂ, നിരീക്ഷണ രീതി. എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലെ, ഒബ്സർവേഷൻ മെത്തേഡ്. അതായത് വെളിയിലേക്ക് നോക്കുക. നമ്മൾ നേരത്തെ ഉള്ളിലേക്കാണ് നോക്കിയെങ്കിൽ ഇത് വെളിയിലേക്ക് നോക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ മറ്റ് വ്യക്തികൾ പരിശോധിച്ചറിയുന്നു. തുടർന്ന് എന്ത് ചെയ്യും? അവർ കണ്ടെത്തിയ വ്യവഹാരത്തിൻ്റെ സ്വഭാവം അപഗ്രഥിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇവിടെ അനാലിസിസ് നടക്കുകയാണ് അല്ലേ? മനസ്സിലായി? അതാണ് ഒബ്സർവേഷൻ മെത്തേഡ് അല്ലെങ്കിൽ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. ഇനി വ്യവഹാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തി ഗ്രൂപ്പ് അറിയാതെ നിരീക്ഷിക്കുമ്പോൾ അതിനെ എന്തെന്ന് പറയും? അതിനെ പരോക്ഷ നിരീക്ഷണം, ഇൻഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയും. ഇനി എന്താണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഒരു വ്യക്തിയുടെ വ്യവഹാരത്തെ അത് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നേരിട്ട് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, എന്താണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ? ഭാഗഭാഗിത്വ നിരീക്ഷണം. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ കേറ്ററ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. ഇതേപടി തന്നെ ഉള്ളതാണ്. നിങ്ങൾ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളെല്ലാം ഇതേ സെൻറ്റൻസുകളായിട്ട് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. നിരീക്ഷകൻ കൂടി, അതായത് നിരീക്ഷിക്കുന്ന ആൾ കൂടി നിരീക്ഷണ വിധേയമാകുന്നവർക്ക് ഒപ്പം നിന്ന് നിരീക്ഷിക്കുമ്പോൾ അതിനെ എന്തെന്ന് പറയും? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയും. ഇനി അങ്ങനെ അല്ലാത്തതിനെ നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നും പറയും. ഇനി നിയന്ത്രിത സാഹചര്യത്തിലാണെങ്കിൽ അതിനെ എന്തെന്ന് പറയും? കൺട്രോൾഡ്. നിയന്ത്രിതമല്ലാതെയെങ്കിൽ അൺകൺട്രോൾഡ്. അപ്പോൾ ഒബ്സർവേഷൻ പല രീതിയിൽ ഉണ്ട്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഒരു നിരീക്ഷണം ഫലപ്രദമാകണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? കൃത്യമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം അല്ലേ? ഉപകരണങ്ങളുടെ യുക്തിപരമായ ഉപയോഗം ഉണ്ടായിരിക്കണം. അതുപോലെ നിരീക്ഷിക്കുന്ന ആള് വിദഗ്ധനായ ഒരു വ്യക്തി ആയിരിക്കണം. എന്നിരുന്നാലേ സാധ്യമാകുള്ളൂ. അപ്പോൾ വസ്തുനിഷ്ഠമായ ഒരു സമീപനം അവിടെ വേണം. വേഗത്തിലും കൃത്യവുമായ റെക്കോർഡിംഗ് എന്നിവ ആവശ്യമാണ്. അപ്പോൾ പലതരത്തിലുള്ള ഒബ്സർവേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ നിരീക്ഷണം ഫലപ്രദമാകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി എന്താണ് പരീക്ഷണ രീതി അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണ ലബോറട്ടറി എവിടെയാണ്? ജർമ്മനിയിലാണ്. ആരാ സ്ഥാപിച്ചത്? വില്യം വൂണ്ടാണ്. 1879 എവിടെയാണ് സ്ഥാപിച്ചത്? ലിപ്സിക് സർവകലാശാലയിലാണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് പരീക്ഷണ രീതി എന്ന് പറഞ്ഞാൽ ഒരു ചോദക ചരം സ്റ്റിമുലസ് വേരിയബിളും അതുപോലെ പ്രതികരണ ചരം റെസ്പോൺസ് വേരിയബിളും തമ്മിലുള്ള ബന്ധം മറ്റു ചരങ്ങളെയെല്ലാം മറ്റു വേരിയബിൾസിനെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണം എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. ഇതേതാണ്? പരീക്ഷണ രീതിക്ക് ഉദാഹരണമാണ്. നോക്കൂ, ഒരാൾ ഉത്കണ്ഠയ്ക്ക് ആൻസൈറ്റിക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോൾ, അച്ചീവ്മെൻറ്റിൻ്റെ സ്വാധീനം പഠിക്കുമ്പോൾ ഇവിടെ ഉത്കണ്ഠ എന്ന് പറയുന്നത്, ആൻസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആണ്, സ്വതന്ത്ര ചരമാണ്. പഠനസിദ്ധി എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. ഈ ചോദ്യം ഇതേ സെൻറ്റൻസിൽ ചോദിച്ചിട്ടുണ്ട്. പരീക്ഷണ രീതിയാണ് കേട്ടോ. വ്യവഹാരത്തെ പറ്റി പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികൾ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി, ശാസ്ത്രീയം എന്ന് പറയുമ്പോഴേ നിങ്ങൾക്ക് കിട്ടും പരീക്ഷണ രീതിയാണ് അല്ലേ? അപ്പോൾ വ്യവഹാരത്തെ പറ്റി പഠിക്കാൻ, ബിഹേവിയറിനെ പറ്റി പഠിക്കാൻ പ്രയോഗിക്കുന്ന രീതികൾ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ രീതി ഏതാണ്? എക്സ്പെരിമെൻ്റൽ മെത്തേഡാണ്. ഇനി അടുത്തൊരു മെത്തേഡ് നോക്കൂ,
സർവേ മെത്തേഡ്. വിവരങ്ങൾ, അഭിപ്രായാവലി, ചോദ്യാവലി, ഷെഡ്യൂൾ തുടങ്ങിയ രേഖകളിൽ സമാഹരിക്കുന്നു. എന്താണ്? വിവരങ്ങളെ എങ്ങനെയൊക്കെയാണ് സമാഹരിക്കുന്നത്? അഭിപ്രായാവലിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ ചോദ്യാവലി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഷെഡ്യൂളോ എന്നീ രേഖകളിലാണ് എന്ത് ചെയ്യുക? സമാഹരിക്കുന്നത്, ഡേറ്റ കളക്ഷൻ നടത്തുന്നത്. മനസ്സിലായി? അഭിപ്രായം ചോദിക്കാം, അല്ലെങ്കിൽ ഒരു ചോദ്യാവലി കൊടുത്തിട്ട് അതിനെ ആൻസർ ചെയ്യാൻ പറയാം കേട്ടോ. ഇനി ശേഖരണവും ഡേറ്റ കളക്ഷൻ, അപഗ്രഥനവും. എന്താ അപഗ്രഥനം? അനാലിസിസും താരതമ്യേന ഇവിടെ എന്താണ്? എളുപ്പവും ചിലവ് കുറഞ്ഞതുമാണ്. ഇവിടെ എന്തെങ്കിലും ചിലവുണ്ടോ? ഒരു ചോദ്യാവലി കൊടുക്കുക, അല്ലെങ്കിൽ അഭിപ്രായാവലി ചോദിക്കുക, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂള്. ഇവിടെ എന്തില്ല? ഇവിടെ ചിലവില്ല. എളുപ്പവും ചിലവ് കുറഞ്ഞതുമായ രീതിയാണ് എന്തെന്ന് പറയുന്നത്? സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ പഠിച്ച എക്സ്പെരിമെന്റൽ മെത്തേഡ്, പരീക്ഷണ രീതി, പ്രായോഗികം അല്ലാത്തപ്പോൾ പ്രയോഗിക്കുന്ന രീതി ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരം ഏതാണ്? സർവേ മെത്തേഡാണ് കേട്ടോ. പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തപ്പോൾ പ്രയോഗിക്കുന്ന രീതി സർവേ മെത്തേഡാണ്. ഇനി സർവേ മെത്തേഡിന്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ആസൂത്രണം, സാമ്പിൾ തിരഞ്ഞെടുക്കൽ, വിവരശേഖരണം, വിവര വിശകലനം, നിഗമനത്തിലെത്തൽ. ഇത് ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എന്താണ്? സർവേ രീതിയുടെ ഘട്ടങ്ങളാണ്. ഇനി അടുത്ത ചികിത്സാ രീതി, ക്ലിനിക്കൽ മെത്തേഡ്. എന്താണിത്? ലൈറ്റ്നർ വിമറാണ് ആദ്യമായി ഈ രീതി അവതരിപ്പിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരൊന്ന് ഓർത്തിരിക്കണേ, ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി യൂങ്, ഫ്രോയിഡ്, ആഡ്ലർ എന്നിവർ ഫലപ്രദമായി ഇത് ഉപയോഗിച്ചിരുന്നു. ഏത്? ചികിത്സാ രീതി. ഇനി ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ പേരിൽ ഇനി ലൈറ്റ്നർ, വിമർ മാത്രമല്ല, ഇവിടെ യൂങ്ങും ഫ്രോയിഡും ആഡ്ലറും ഒക്കെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അത് വിട്ടുകളയരുത് കേട്ടോ. അവരും എന്തുപയോഗിച്ചിരുന്നു? ഫലപ്രദമായി ചികിത്സാ രീതി ഉപയോഗിച്ചിരുന്നു. മറക്കരുത് കേട്ടോ. ഇനി എങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ചികിത്സാ രീതി പ്രയോജനപ്രദം? അപസമായോജിതനായോ അല്ലെങ്കിൽ അംഗീകൃത ശൈലിക്ക് വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുമായ വ്യക്തിയുടെ വ്യവഹാര സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് ചികിത്സാ രീതി എന്ന് പറയുന്നത്. നമ്മുടെ ക്ലാസ്സിൽ കുട്ടികളുണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ BEdന് പഠിച്ചപ്പോൾ ഇത്തരമൊരു രീതി പ്രയോഗിച്ചിട്ടുണ്ടാകാം അല്ലേ? അത്തരം ഒരു വ്യക്തിയെ അല്ലെങ്കിൽ കുട്ടിയെ നമ്മൾ എന്തെന്ന് പറയും? അവിടെ കേസ് എന്നാണ് ആ കുട്ടിയെ പറയുക. എന്താണ്? കേസ് എന്നാണ് പറയുക. ഇവിടെ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. കുട്ടിയെ മനസ്സിലാക്കാൻ എന്താവശ്യമാണ്? ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. അപ്പൊ ഈ ചികിത്സാ രീതിയെ നമ്മളെ കേസ് സ്റ്റഡി എന്നോ അല്ലെങ്കിൽ എന്തെന്നോ പറയും? കേസ് ഹിസ്റ്ററി എന്നോ പറയും. അപ്പൊ ചികിത്സാ രീതിയുടെ മുഖ്യ പരിമിതി എന്ന് പറയുന്നത് അത് പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ അന്വേഷകന് കഠിനമായ പ്രയത്നം ആവശ്യമായി വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. കേട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിച്ചു കണ്ടുവരുന്ന ഭാഗമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഒരു സെന്റൻസ് പോലും നിങ്ങൾക്ക് വിട്ടുകളയാനില്ല. നോട്ട്സ് എഴുതി വെച്ചേക്കുക, ഉപകാരപ്രദമാകും അടുത്ത ഗേറ്റ് എക്സാമിന്. അപ്പോൾ നമ്മളിവിടെ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ട് 5.0. അപ്പോൾ മികച്ച രീതിയിൽ പരിശീലനം നൽകുന്ന അധ്യാപകരാണ്. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, നിങ്ങൾ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ നിന്ന് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസക്കുറവോ ഒക്കെ ഉണ്ടാകാം. ഇനി ഞാൻ പഠിച്ചാൽ കിട്ടുമോ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരു മെൻറ്റർ സപ്പോർട്ടോടു കൂടി തന്നെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഒത്തിരി PYQൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം അനാലിസിസ് ചെയ്ത കൃത്യമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടൈം ടേബിളോടുകൂടി ഒരു ആപ്പിൻ്റെ സഹായത്തോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത്. അടുത്ത കേട്ടിട്ട് നിങ്ങൾക്കുള്ളതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. മാത്രമല്ല ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ. കേട്ടിട്ട് എല്ലാ കാറ്റഗറിക്കും വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേർന്ന് പഠിക്കുകയും ചെയ്യാം.
അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. താങ്ക്